Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജാമാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. മറ്റ് കെമിക്കൽസ് ഒന്നുമില്ലാതെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ ജാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ഒരു പൈനാപ്പിൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പുറത്തുള്ള കറുത്ത ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. അതങ്ങ് ഒരു കത്തി കൊണ്ടിങ്ങനെ കുത്തിയെടുത്താൽ കളയണം, അല്ലെങ്കിൽ അത് ജാമിനകത്തിൽ ഇതിങ്ങനെ കടിക്കും. ഇനി അതുപോലെ ഈ ഭാഗവും നമുക്ക് വേണ്ട, ഇതും അങ്ങ് മുറിച്ച് കളയണം. ഞാൻ ഇത്രയും അങ്ങ് മാറ്റിയതിന് ശേഷം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പൈനാപ്പിളും ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിക്കകത്തിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഈ പൾപ്പിൻ്റെ അളവിനനുസരിച്ച് വേണം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാൻ. അതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കുമ്പോഴേക്കും ഇത് അളന്ന് വേണം ഒഴിക്കാൻ. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ഈ കപ്പിന് അളന്നൊഴിക്കുകയാണ്. ഇത് 3 കപ്പ് പൾപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അളവിനനുസരിച്ച് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ. ഇവിടെ പൈനാപ്പിൾ 3 കപ്പ് ഉണ്ടായിരുന്നു. ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 കപ്പ് പഞ്ചസാര ഇതിന് ആവശ്യത്തിന് മധുരം ഉണ്ടാവും, അത്രയും മതി. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാം ഒരു ചെറിയ ക്വാണ്ടിറ്റിയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ 2 or 3 പൈനാപ്പിൾ എടുത്ത് അതനുസരിച്ച് ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. പൈനാപ്പിൾ അളന്ന അതേ കപ്പിന് 2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 മുറി നാരങ്ങ നീര് കൂടി ചേർക്കുക. ഇത് നമുക്ക് റെഡിയായോ എന്ന് നോക്കാം, ജാമിൻ്റെ പരുവത്തിലായോ എന്ന്. അതിന് വേണ്ടി ഒരല്പം ജാം എടുത്തിട്ട് ഒരു പാത്രത്തിന് പുറത്തേക്ക് തേച്ച് കൊടുത്തിട്ട് പാത്രം ഒന്ന് ചരിച്ചു നോക്കുക. അതിങ്ങോട്ട് ഒഴുകി പോരുന്നില്ല എങ്കിൽ നമ്മുടെ ജാം കറക്റ്റ് പരുവത്തിനായി എന്നുള്ളതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതങ്ങ് നിർത്തിയേക്കാം. ഞാനിതിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വെറും 20 മിനിറ്റ് കൊണ്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റായ പൈനാപ്പിൾ ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.